BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് കേരളത്തിൽ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 9557 സീറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ. അതും 159 കോളേജുകളിൽ. പക്ഷേ ഇതിന് അപേക്ഷ നൽകുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1,00,000-ഓളം കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. കാരണം 93-94% മാർക്ക് ഉണ്ടായിട്ട് പോലും പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് കേരളത്തിൽ LBS വഴി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാത്ത ചരിത്രം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കിട്ടാത്ത കുട്ടികളും, അതായത് കേരളത്തിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് കേരളത്തിലാണ് നല്ല ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ഉള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവർ ചൂസ് ചെയ്യുന്ന കോളേജസ് കൂടുതലുള്ളത് കർണാടകത്തിലാണ്. കാരണം കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കർണാടകത്തിൽ കേരളത്തിലാറെ 4.5 ഇരട്ടി സീറ്റ് അവൈലബിൾ ആണ് കർണാടകത്തിലുള്ളത്. കേരളത്തിൽ 10,000-ൽ താഴെ സീറ്റ് ഉണ്ടാവുമ്പോൾ കർണാടകത്തിൽ ഏകദേശം 40,000-45,000-ഓളം BSc നഴ്സിംഗ് സീറ്റാണ് കർണാടകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരുപാട് നല്ല കോളേജസും ഉണ്ട്, ഒരുപാട് ലോക്കൽ ആയിട്ടുള്ള കോളേജസും ഉണ്ട്. അപ്പോൾ നല്ല കോളേജസിൽ മാത്രം നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. കാരണം ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ വാർത്തകളിലൊക്കെ ഒത്തിരി കോളേജുകളുടെ ഒക്കെ നമ്മൾ മലയാളം ന്യൂസിലടക്കം വന്നിട്ടുണ്ടായിരുന്നു. ഒരു കോളേജിന്റെ പേരിൽ തന്നെ 2-3 പേപ്പറിൽ 2-3 സ്ഥാപനങ്ങളായിട്ട് ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചു വിടുന്ന ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കഴിഞ്ഞ വർഷം 24 ന്യൂസിലും ഏഷ്യൻ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതാ. അതുകൊണ്ട് തന്നെ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ ഉത്തരവ് പ്രകാരം എല്ലാ സ്റ്റേറ്റുകളും ഒരു പൊതുവായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം BSc നഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 2-3 വർഷം മുമ്പ് കർണാടക സ്റ്റേറ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്തു. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു എക്സാം ആണ് KEA, കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന CET ടെസ്റ്റ്. അപ്പോൾ ആ CET ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BSc നഴ്സിംഗ് കർണാടകത്തിൽ സീറ്റ് കൊടുക്കുന്നത്. അത് കർണാടകത്തിലെ കുട്ടികൾക്ക് മാത്രമല്ല, നോൺ കർണാടക കുട്ടികൾക്കും ഇതിന് അപേക്ഷ നൽകാൻ പറ്റും. അപ്പോൾ വേറെ റിസർവേഷനോ കാര്യങ്ങളോ ഗവൺമെന്റ് കോട്ട സീറ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KEA CET ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ അക്ഷയ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കഫേ വഴിയോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഡ്മിഷൻ അത് ബാധിക്കും. കാരണം പ്രത്യേകിച്ച് നമ്മൾ അതിന്റെ ക്ലോസ് കൊടുക്കുന്ന സമയത്ത്, എലിജിബിലിറ്റി ക്ലോസ് കൊടുക്കുന്ന സമയത്ത് Y കാറ്റഗറിയിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ നോൺ കർണാടക കുട്ടികൾ കൊടുക്കുന്ന ക്ലോസ് ആണത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് KEAയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഡെമോ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നോക്കി കണ്ടിട്ടൊക്കെ കൊടുക്കുക. മിസ്റ്റേക്ക് പരമാവധി വരുത്താതൊക്കെ, കാരണം അത് നിങ്ങളുടെ അഡ്മിഷനെ വരെ ബാധിക്കും. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, KEA എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. KEA എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് കർണാടക സർക്കാരിൻ്റെ KEA ഹോം വെബ്സൈറ്റ് ആയിരിക്കും. അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ കാണുന്ന കന്നഡ എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റാം. ഇംഗ്ലീഷിലോട്ട് മാറ്റി കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ അഡ്മിഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ UG CET 2025 ക്ലിക്ക് ചെയ്ത് UG CET 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ലിങ്ക് ത്രൂ ആണ് നമ്മൾ 2025 KEA ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. SSLC, +1 +2 രജിസ്റ്റർ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ മുതലായ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊസീഡ് ടു രജിസ്റ്റർ ഫോർ ന്യൂ യൂസർ എന്ന് പറയുന്ന ലിങ്കാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് യൂസേഴ്സിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് ന്യൂ യൂസർ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വിൻഡോയിലോട്ട് വരുമ്പോൾ നമ്മൾ കർണാടകത്തിലാണോ പഠിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. അത് നോ എന്ന് കൊടുക്കുന്നു. നമ്മൾ പഠിച്ച സ്റ്റേറ്റ് കേരള കൊടുക്കുന്നു. നമ്മുടെ SSLC ബുക്കിൻ്റെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് താഴോട്ടേക്കുള്ള ഓപ്ഷൻസ് വരത്തുള്ളൂ. അപ്പോൾ വെരിഫൈ എന്ന് SSLC രജിസ്റ്റർ നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെരിഫൈ കൊടുക്കുക. CBSE ICSE പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇയർ റോൾ നമ്പറിൻ്റെ തൊട്ട് മുമ്പായിട്ട് കൊടുക്കണം. പിന്നെ കൃത്യമായിട്ട് കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ SSLC ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡർ, പിന്നെ ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് SSLC ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച +2 സയൻസ്, അതുപോലെ തന്നെ നാഷണാലിറ്റി, എവറിത്തിങ്, നമ്മളെ ഇമെയിൽ ID, ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്കത് വെരിഫൈ ചെയ്യാനുള്ള വരും. അപ്പോൾ നമുക്ക് OTP കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ആ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ പാസ്വേഡ് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. പാസ്വേഡും ഫോൺ നമ്പറും കാൻഡിഡേറ്റിൻ്റെ തന്നെ മാക്സിമം കൊടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം
വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്നതായിരിക്കും നമ്മുടെ യൂസർ ഐ ഡി. ഇത് നമുക്ക് വാട്സപ്പിലും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും യൂസർ ഐ ഡി വന്നിട്ടുണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ അടുത്ത ഓപ്ഷനിൽ ലോഗിൻ ചെയ്യുക. യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് താഴെ കൊടുത്തിട്ടുള്ള ക്യാപ്ചയും കൂടി കൊടുത്തിട്ട് നമ്മൾ OTP വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. OTP വരുന്ന സമയത്ത് ആ OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് നമ്മൾ അടുത്ത രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ ഇനി വരുന്നുണ്ട്. ജനറൽ ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ക്ലോസ്, റിസർവേഷൻ, സ്റ്റഡി ഡീറ്റെയിൽസ്, NRI ഡീറ്റെയിൽസ്, പിന്നെ സിഗ്നേച്ചർ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ, അതുപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ്, പിന്നെ ഫൈനൽ ആപ്ലിക്കേഷൻ. ഇത്രയും പ്രോസസ്സാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ജനറൽ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസ് കൃത്യമായിട്ട് പാരൻസ് നമ്പറൊക്കെ കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുക. സേവ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നീട് ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് പേജിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എലിജിബിലിറ്റി ക്ലോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലുള്ള കുട്ടികൾക്ക് എലിജിബിലിറ്റി ക്ലോസ് വൈ തന്നെ കൊടുത്തിരിക്കണം. കാരണം വേറെയുള്ള ക്ലോസ് എന്ന് പറയുന്നത് കന്നഡ കാറ്റഗറിയുടെ റിസർവേഷൻ ആണ്. നമ്മൾ നോൺ കർണാടക കാൻഡിഡേറ്റിൻ്റെ എലിജിബിലിറ്റി ക്ലോസ് വൈയിലോട്ടാണ് വരുന്നത്. അത് വൈ കൊടുത്തിട്ട് സേവ് ചെയ്യുക. നെക്സ്റ്റ് പേജിലോട്ട് വരിക. നെക്സ്റ്റ് പേജിലോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം റിസർവേഷൻ ഒന്നും ഇല്ല. കേരള കുട്ടികൾക്ക് വേറെ റിസർവേഷൻ ഇല്ല, പേടിക്കേണ്ട. എല്ലാം നോ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പേജിലോട്ട് വരിക. സ്റ്റഡി ഡീറ്റെയിൽസ് നമ്മൾ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സ്കൂൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം NRI ഇല്ല, നമുക്ക് റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് NRI നോ കൊടുക്കാം. അടുത്തത് നമുക്ക് കറക്റ്റായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും കൃത്യമായിട്ട് 50 KB ഉള്ളിലുള്ളത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. സൈനും ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് വരും. നെക്സ്റ്റ് പേജിലാണ് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. കാരണം നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് വായിക്കുക. CET എക്സാമിന് എഴുതാൻ താല്പര്യമുണ്ട്, യെസ് കൊടുക്കുക. പ്രിഫേർഡ് ലാംഗ്വേജ് ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ കന്നഡ അല്ല, ഇംഗ്ലീഷാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം എഴുതിയാൽ മതി. മാത്തമാറ്റിക്സ് ഒക്കെ എഴുതുന്നത് അവിടുത്തെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അവിടുത്തെ മെറിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന കന്നഡ കുട്ടികൾക്കുള്ള എക്സാമാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. നമ്മൾ മാത്സ് എഴുതേണ്ട, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമാണ് നഴ്സിംഗിന് എഴുതേണ്ടത്. നഴ്സിംഗ് മാത്രമാണ് KE ത്രൂ മാൻഡേറ്ററി ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫീസ് അടക്കമുള്ള ഡീറ്റെയിൽസ് 2500 രൂപയാണ് ഫീസ് വരുന്നത്. CET ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ എക്സാം സെൻ്ററാണ് അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട ബാംഗ്ലൂരോ മൈസൂരോ മംഗലാപുരത്തോ നമുക്ക് അടുത്ത് ഏറ്റവും കൂടുതൽ ആക്സസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുക. പിന്നെ ക്ലിക്ക് ഡൗൺലോഡ് ഡ്രാഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പേജിലോട്ട് പോയിട്ട് ഫീസ് പേയ്മെൻറ്റിലോട്ട് വരിക. ഫീസ് പേയ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ പേ വഴിയോ കാർഡ് വഴിയോ നമുക്ക് സക്സസ്ഫുൾ ആയിരിക്കണം. ഫീസ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്ലിപ്പ്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈനൽ ഒരു വെരിഫിക്കേഷൻ ഫൈനലായിട്ടുള്ളൊരു പ്രിൻ്റ് കിട്ടും. നമ്മൾ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ KEയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി KEയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഫുൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ചെയ്തു തരുന്നതായിരിക്കും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് KEയുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. കാരണം എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്മിഷനെ തന്നെ ചിലപ്പോൾ ബാധിക്കും. കാരണം പ്രീമിയം കോളേജസ് ഒക്കെ നോക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു വർഷം തന്നെ പോയേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ തെറ്റുകൂടാതെ ഈസി ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ 3 വർഷമായിട്ട് KE CETയുടെ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് 1000-ഓളം കുട്ടികൾക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വർഷത്തെ ആപ്ലിക്കേഷൻ പ്രോസസ് ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ ആപ്ലിക്കേഷനും മറ്റുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഞങ്ങൾ ചെയ്ത് നൽകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. KEയുടെ കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്കും കരിയർ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം.